ഹലോ. അപ്പോൾ ഇന്ന് കുറേ ദിവസമായല്ലേ ഓൺ വോയിസ് ഒക്കെ കൊടുത്തിട്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് ചെറിയ വെളുത്തുള്ളി കുറച്ച് എക്സ്ട്രാ ഉണ്ടായി. അപ്പോൾ അങ്ങനെ അതിന് അച്ചാറാക്കി വെച്ച് നമുക്ക് ഡെയിലി യൂസിനൊക്കെ ആവുമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ചാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ക്ലീൻ ആക്കിയിട്ട് അത് കുറച്ച് വലിയ വലിയ ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ നടു മുറിച്ചിട്ട് ഞങ്ങളുടെ മീഡിയം സൈസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ആ മുറിച്ച് വെച്ച വെളുത്തുള്ളി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടല്ലേ, ആ വെളുത്തുള്ളിന് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ആവി കയറ്റിയെടുക്കുക. 2-3 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. ഇത് നമുക്ക് ക്ലോസ് ആക്കി വെക്കാം. അപ്പോൾ ഇത് ഇത്ര ആവി കയറിയാൽ മതി. ഇപ്പോൾ 2-3 മിനിറ്റ് ആയി വെച്ചിട്ട്. അപ്പോൾ ഇത്ര ഇതായാലും മതി. ഇതിനെടുത്തിട്ട് നമുക്ക് വേറെ പാത്രത്തിൽ മാറ്റി വയ്ക്കാം. നമുക്ക് ഈ വെളുത്തുള്ളിക്ക് എടുത്തിട്ട് ഇനിയിപ്പോൾ ഒരു ഓട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇടാം. കുറച്ച് ഉലുവയും കുറച്ച് കടുക് ഇട്ടിട്ട് നമുക്ക് അതിനെ നല്ലോണം വറുത്തിട്ട് കുറച്ച് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വറുത്തിട്ട് നമുക്ക് അതിനെ പൊടിച്ച് വയ്ക്കാം. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഇഞ്ചി വേണം. കുറച്ച് ചെറുങ്ങനെ കട്ടാക്കിയ കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളകും, കുറച്ച് പറഞ്ഞാൽ എരിവിന്ന് കുറച്ചും കൂടി മുളക് പൊടി ഇടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തത്. പിന്നെ ഇത് ഞങ്ങൾ ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് വെച്ച പൊടി. അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു ചട്ടി വെക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണോ. എണ്ണ ചൂടായത് ഞങ്ങൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി ഉണ്ടല്ലേ, അപ്പോൾ ആ ഇഞ്ചീനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കുറച്ച് ഫ്രൈ ആവട്ടെ. ഇഞ്ചിയും പച്ചമുളകും ഒന്നിച്ചിട്ട് കൊടുക്കുക. കുറച്ചൊരു 2 സെക്കൻഡ് ആക്കി മതി. എന്താ വെച്ചാൽ നേരത്തെ ഇതിൽ ആവിൽ അധികം വെന്തിട്ടുണ്ടല്ലേ. പിന്നെ ഇത് ആക്കിയാൽ ഇതിലും അധികം പോകാൻ വെച്ചാൽ അത് ഒടിയോ. അതുകൊണ്ട് കുറച്ച് നേരം 2 സെക്കൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സാക്കി കൊടുത്താൽ മതി. ഇതായിട്ട് 2 ടേബിൾ സ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് മുമ്പിൽ വേണമല്ലോ അച്ചാറിന്. എരിവ് ഉപ്പും പുളിയൊക്കെ മുമ്പിൽ വേണം. അതുകൊണ്ട് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിൻ്റെ ശേഷം നമുക്ക് ഇതിൽ കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് പുളിയും വേണം. പിന്നെ അതല്ലാതെ കുറച്ചൊരു ഗ്രേവി, ഇതിൽ ഡ്രൈ ആയിട്ടില്ല, അപ്പോൾ കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് പുളിയും കൂടി ഇത് ഒഴിച്ച് കൊടുക്കാം, വിനീഗർ ഒഴിച്ച് കൊടുക്കാം. വിനീഗർ ഒഴിച്ചിട്ട് നമുക്ക് ഇത് ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയതിൻ്റെ ശേഷം നേരത്തെ പൊടിച്ച് വെച്ചല്ലേ ഉലുവയും ഇതും കടുകും അത് ആ പൊടി ഇട്ട് കൊടുക്കുക ലാസ്റ്റിലേക്ക്. അതിൻ്റെ ഒപ്പം കായ ഉണ്ടെങ്കിൽ കായം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയിട്ട് നമുക്ക് ചൂടാറിയതിൻ്റെ ശേഷം ഞങ്ങളുടെ ഗ്ലാസിൻ്റെ ജാറുണ്ടാവുമല്ലേ, അതിലേക്ക് അത് കുറച്ചും കൂടി വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് ഗ്ലാസിൻ്റെ ജാറിൽ. അതിലേക്ക് നമുക്ക് സ്റ്റോർ ആക്കിയിട്ട് നമുക്ക് ഡെയിലി യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.